നമുക്കൊരു സൂപ്പർ നെയ്യപ്പം ഉണ്ടാക്കാം. 1 കിലോ അരി കഴുകി വെള്ളത്തിലിട്ടു, ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചു. 1 കിലോ ശർക്കര എടുത്തു. ആ ശർക്കര നമുക്കൊന്ന് ഉരുക്കാം. അത് പാനിപ്പരുവം ഒന്നും നോക്കണം, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ആ വെള്ളം ഒഴിച്ച് ശർക്കര നല്ലതായിട്ട് തിളപ്പിച്ചു. പാനിപ്പരുവാകണം, നല്ലതായിട്ട് എല്ലാം ഒന്ന് മെൽറ്റായാൽ മതി. അത് മെൽറ്റാകുമ്പോൾ തനിയെ കുറച്ചുകൂടെ കൂടി വരും, നമ്മളിട്ടതിനെക്കാട്ടും കൂടി വരും. അത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കുക. ഈ ശർക്കര മുഴുവൻ വേണ്ട, ഇത് മുഴുവൻ ഇട്ടതേ ഉള്ളൂ. ഇത്രയും മുഴുവൻ 1 കിലോ അരിക്ക് 1 കിലോ ശർക്കര വേണ്ട, ഒരു 750 ഗ്രാം 800 ഗ്രാം മതി. നാടനാണ്, ഞാൻ മൈദയോ റവയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടുന്നില്ല. അരി ശർക്കരയും മാത്രം വെച്ച് നമുക്കൊരു നെയ്യപ്പം ഉണ്ടാക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അരി 4 മണിക്കൂർ കുതിർത്ത് വാരിയിട്ട് വെള്ളം തോരാൻ വാരി വെക്കാം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട്, ഈ മിക്സിക്ക് അകത്ത് ഇച്ചിരി ചുക്കിട്ടിട്ടുണ്ട്, ശകലം ചുക്കിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഈ അരി ഒന്ന് അരയ്ക്കാം. ഇച്ചിരി ചുക്ക് ഞാൻ ഓൾറെഡി ഇട്ടു, കുറച്ച് ഏലക്ക, കുറച്ച് ജീരകം. ചുക്ക് ഓൾറെഡി ഞാൻ അതിനകത്ത് അടിയിലിട്ടിട്ടുണ്ട്, അത് ചിരണ്ടി. ഒരു 6 ഏലക്ക തൊലിയില്ലാതെ അതിൻ്റെ കുരു മാത്രം ഇട്ടു. ഒരു ചെറിയൊരു സ്പൂൺ ജീരകം ഇട്ടു. ഇച്ചിരി ശർക്കരയും കൂടെ ഒഴിച്ച്, ഈ ശർക്കര നമ്മൾ അരച്ച് വെച്ച് തണുത്ത് കഴിയുമ്പോൾ അതും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അങ്ങ് ഒത്തിരി മയത്തിൽ അരിയേണ്ട, ചെറിയൊരു തരി വേണം. ഒരു ഇഡ്ഡലി മാവ് പോലെ, ദോശമാവ് പോലെ, ഇഡ്ഡലി മാവ് പോലെ ഇച്ചിരി കട്ടി വേണം. അത് നമുക്ക് അരച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഞാൻ ഇടുന്നില്ല. തികച്ച് നാച്ചുറലായിട്ട് നാടൻ നെയ്യപ്പം 2 പ്രാവശ്യമായിട്ട് അരി അരച്ച് വെച്ചു. അതൊന്ന് ഇളക്കി വെക്കാം. ഒരു മാവ് തന്നെ ഇങ്ങനെ മതി, ഈ കൺസിസ്റ്റൻസി മതി. ഒത്തിരി വെള്ളമാകല്ല, ഒത്തിരി കട്ടിയാകല്ല. ഇത് ഇരുന്നിനി ഇച്ചിരൂടെ കട്ടിയാകും, നാളെ ഇടയ്ക്ക് വെച്ചിട്ട് കട്ടിയാകും. ഒരു 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 5-6 മണിക്കൂർ ഇരിക്കണം. ഇച്ചിരി പിഞ്ച് ഉപ്പ്. രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്, നെയ്യപ്പമില്ല, അതൊരു ടിപ്പാണ്, ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടി. വേറെ ഒന്നും ഇടത്തില്ല, നെയ്യ് ഇട്ട് ഇളക്കി അടച്ച് വെച്ചു. പിറ്റേ ദിവസമായി നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു. നെയ്യ് മെൽറ്റായപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇച്ചിരി തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിയേണ്ടത്, എൻ്റെ തേങ്ങാക്കൊത്ത് വലുതായിരുന്നു, ചെറുതായിട്ട് അരിയേണ്ടത്. അത് നല്ലതായിട്ട് മൂപ്പിച്ച് കോരി അതിനകത്ത് ഇച്ചിരി എള്ളുകൂടെ ഇടാം, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ എള്ളില്ല. ആ തേങ്ങാക്കൊത്ത് വിട്ട് മാവിളക്കി അതൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ, ആ തേങ്ങാക്കൊത്തിന് ചൂട് പോയി കഴിയുമ്പം ഇളക്കി ചീനച്ചട്ടി വെച്ചു. ആ ഒരു തവി കോരി ഒഴിക്കുന്ന വീഡിയോ വന്നില്ല, ഒരു തവി കോരി ഒഴിച്ചു. അത് തിരിച്ച് മറിച്ച് വിട്ട് ഇങ്ങനെ കോരിയെടുക്കാം. ഒരു ചെറിയ തവിക്ക് ഒരു തവി കോരി ഒഴിച്ചു. അതൊന്ന് മൂത്ത് വന്ന് തിരിച്ചിട്ടു മറിച്ചിട്ടു ഇങ്ങനെ എടുക്കുക. ഞാൻ എളുപ്പത്തിന് 2 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, 2 സ്റ്റൗവിൽ 2 ചീനച്ചട്ടി വെച്ച് ഓരോ തവി കോരി ഒഴിച്ച് ഇങ്ങനെ കോരിയെടുക്കുക. എണ്ണയില്ലാതെ കോരിയെടുക്കുക. 1 കിലോയ്ക്ക് ഒരു 10-35 നെയ്യപ്പം കിട്ടി. അതിങ്ങനെ ബട്ടർ പേപ്പറിലോട്ട് വെച്ച് ആ എണ്ണ അങ്ങ് പോവും. ഒരു 35 നെയ്യപ്പം